ആടിത്തീരാത്ത കാലത്തെ തിരിച്ചുപിടിക്കുകയാണ് കൊച്ചി നെട്ടൂരിലെ ഗ്രാൻഡ് മദേഴ്സ് ടീം. പ്രായത്തെ തോൽപ്പിച്ച് ന്യൂജൻ സിനിമാ ഗാനങ്ങൾക്ക് വരെയാണ് ഈ ടീം ചുവടുവയ്ക്കുന്നത്. 54 വയസ്സ് മുതൽ 77-ൽ എത്തി നിൽക്കുന്നവർ വരെ ഈ കൂട്ടത്തിലുണ്ട്. ഡാൻസ് എന്ന് കേട്ടപ്പോൾ തന്നെ പാട്ടിനൊത്ത കോസ്റ്റ്യൂമും മേക്കപ്പും ഇട്ട് ഗ്രാൻഡ് മദേഴ്സ് ടീം റെഡിയായി. അവസാനം ഒരു കൂളിംഗ് ഗ്ലാസും വെച്ച് അവരങ്ങട് തകർത്താടി. എല്ലാവരുമായിട്ട് ഇങ്ങനെ ചെന്ന് കഴിയുമ്പോൾ അവരുടെ കൈകൊട്ടും ഇതൊക്കെ കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ അസുഖമൊന്നും ഞങ്ങൾ നോക്കണില്ല. കൈവേദന കാലുവേദന എല്ലാവർക്കും ഉണ്ട്. തേയ്മാനം അതൊക്കെ ഒരു വശത്തിരിക്കും. പ്രായമൊന്നും നോക്കണില്ല, അതൊന്നും നോക്കണില്ല. ഞങ്ങളുടെ അടിച്ച് വിളിച്ച് കളിക്കും. ഒരു പാട്ട് കേട്ടാലും മതി. ഞങ്ങൾ വെറുതെ തുള്ളി എല്ലാവരും അങ്ങനെയൊക്കെ തന്നെ. ഒന്നും പുറകോട്ട് പോകുന്ന ആൾക്കാരല്ല. പുതിയ പാട്ട് എന്താണെങ്കിലും വെറുതെ കിട്ടിയാൽ മതി, കാട്ടിക്കൊടുക്കും. റീറ്റ പീറ്റർ, വിരോണി ജോയ്, ബേബി ആന്റണി, ചിന്നമ്മ സേവ്യർ, സുഭാഷിണി പുരുഷോത്തമൻ, ലുസി ജോർജ്, ലീല പരമൻ, ജോളി ജോൺസൺ ഇവരാണ് ഗ്രാൻഡ് മദേഴ്സ് നെട്ടൂർ ഡാൻസ് ട്രൂപ്പിന്റെ അടിപൊളി അമ്മുമ്മമാർ. എനിക്കിപ്പോൾ 77 വയസ്സായി. പക്ഷേ എനിക്ക് ഇങ്ങനെ ക്ഷീണമൊന്നും തോന്നണില്ല. ഡാൻസ് ഒരു മടിയൊന്നും ഇല്ല. ഡാൻസ് കളിക്കാൻ ആര് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഡാൻസ് കളിക്കാൻ പോകും. പ്രാക്ടീസിനാണെങ്കിലും മടിയൊന്നുമില്ല. എല്ലാവരും ഒന്നിച്ചു കൂടി പോകും. ഇതാദ്യമായിട്ട് ഞങ്ങൾ പള്ളിയിൽ യൂണിറ്റിൻ്റെ ഡാൻസ് കളിക്കാൻ പോയി. അപ്പോൾ അത് ആ കളി കണ്ടപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. മോനാണ് എല്ലാത്തിനും കൊണ്ടുനടന്നത് ഞങ്ങളെ. അപ്പോൾ പിന്നെ എല്ലാവരും വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലായിടത്തും പോകാൻ തുടങ്ങി. ഇപ്പോൾ ഒരു 7 വർഷമായിട്ടുണ്ട് ഞങ്ങൾ കളിക്കാൻ തുടങ്ങിയിട്ട്. റീറ്റ പീറ്ററിന്റെ മകൻ ഷൈൻ ആന്റണിയും കുടുംബവുമാണ് ഇങ്ങനെയൊരു ഡാൻസ് ട്രൂപ്പിന് പിന്നിൽ. ഇവർക്ക് സകലവിധ രോഗങ്ങളും ഉണ്ട്. പക്ഷെ ഇവരാരും ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലിരിക്കില്ല. സ്ഥിരം ഇങ്ങനെ ടി വിയുടെ മുമ്പിൽ ചടഞ്ഞുകൂടിയിരിക്കുന്ന ആൾക്കാരും അല്ല. അവരിങ്ങനെ ഒരു പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഇടിവെട്ടും ബഹളവും. അവിടെ വരിക, ഒച്ചപ്പാടും ബഹളവും ചിരിയും തല്ലുപിടുത്തം ഉണ്ടാവും, കരച്ചിലുണ്ടാവും. വഴക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഇരുന്ന് കരയാണ്ട് പിറ്റേ ദിവസവും വരും ചെയ്യും. എല്ലാവർക്കും ഒരു താല്പര്യത്തോടു കൂടി എല്ലാവരും ഒരു കൂട്ടായ്മയിൽ അങ്ങനെ അങ്ങോട്ട് അടിച്ചു പൊളിച്ച് പോണ ഒരു ഗ്രൂപ്പാണത്. ഇപ്പം ഇതിൻ്റെ അകത്ത് ഒരു കൊല്ലം മുമ്പ് കസേരയിൽ എടുത്ത് വെച്ചിട്ട് നടക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരോട് കളിക്കാൻ പറഞ്ഞാൽ അവർ വരും. എങ്ങനെ വന്നെന്നറിയാൻ പാടില്ല. പിന്നെ എല്ലാവരുടെ വീട്ടുകാരും സപ്പോർട്ടാണ് എല്ലാവർക്കും. എത്ര ഇത് പറഞ്ഞാലും ആരെയും വിടാതിരിക്കില്ല. ആരും മക്കളെയൊക്കെ നോക്കുന്ന ആൾക്കാർ, മക്കളുടെ മക്കളെ നോക്കുന്ന ആൾക്കാരാണ് എല്ലാവരും. പക്ഷേ ഇങ്ങനെ ഒരു പരിപാടി വരുമ്പോൾ വൈകുന്നേരം ഉച്ചക്കൊക്കെ വന്ന് ഇവർ പ്രാക്ടീസ് ആയിരിക്കുള്ളൂ ഫുൾ ടൈം. ഒരു മടിയുമില്ല അതിൻ്റെ അത്. ആദ്യമൊക്കെ ഇവർക്ക് ഇഷ്ടമില്ലായിരുന്നു ഒരുങ്ങാൻ. ആ ചട്ടയും മുണ്ട് കൊടുത്തിട്ട് മതി എന്നൊക്കെ പറയും. ഇപ്പം മേക്കപ്പൊക്കെ ചോദിച്ച് മേടിക്കും. ഇവർ ജീൻസ് ഇട്ടൊക്കെ കളിച്ചിട്ടുണ്ട്. സുഭാഷ് പാർക്കിൽ ഷർട്ടും ജീൻസും ഇട്ട് കളിച്ചു. പിന്നെ ഇവിടെ പള്ളിയിൽ കളിച്ചു. ഇപ്പം ഭയങ്കര ഇൻട്രസ്റ്റ്, എല്ലാത്തിനും നല്ല താല്പര്യമാണ്. പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയാൽ ചെറിയൊരു മടി കാണിക്കുമെങ്കിലും വേദിയിലെത്തിയാൽ പിന്നെ തട്ടുപൊളിപ്പൻ ഡാൻസുമായി അവർ തകർക്കും. എല്ലാ തകർപ്പൻ പാട്ടുകൾക്കും ഗംഭീരമായി ചുവടുവെക്കുന്ന ഈ ടീം പ്രായത്തെ തോൽപ്പിച്ചാണ് ജീവിതം ആഘോഷമാക്കുന്നത്. ക്യാമറമാൻ ബൈജു സേസിനോടൊപ്പം അർച്ചന വിനോദ്, അമൃത ന്യൂസ്, കൊച്ചി.